ഹായ് ഗേസ്, ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇന്ത്യയുടെ ടെസ്റ്റ് വിജയത്തെ സംബന്ധിച്ചാണ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടന്ന ഏക ടെസ്റ്റ് മത്സരത്തിൽ ചരിത്ര വിജയം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ തകർത്തു വിട്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇത്രയും വലിയ ഒരു വിജയം സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. അതും മത്സരം അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെയാണ് ഇന്ത്യൻ ടീം വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 എന്ന വമ്പ സ്കോറാണ് അഫ്ഗാനിസ്ഥാനെതിരെ നേടിയത്. ഇന്ത്യൻ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലിന്റെയും കെ എൽ രാഹുലിന്റെയും സെഞ്ചുറിയും ഒപ്പം തന്നെ സായ് സുദർശന്റെയും ഋഷഭ് പന്തിന്റെയും അർദ്ധ സെഞ്ചുറികളുമായിരുന്നു ഇന്ത്യക്ക് ഈ ഒരു കുറ്റൻ സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനിസ്ഥാനാകട്ടെ ഒന്നാം ഇന്നിംഗ്സിൽ 152 റൺസിന് പുറത്താകുന്നു. പിന്നീട് അവർ ഫോളോ ഓൺ ഭീഷണിയിൽപ്പെട്ട് അവർ വീണ്ടും രണ്ടാം ഇന്നിംഗ്സിൽ 112 റൺസിന് പുറത്താകുകയായിരുന്നു. എന്തായാലും ഇന്ത്യൻ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ അരങ്ങേറ്റക്കാരനായ മാനവ് സുധാന്റെ മികച്ച ഒരു ബൗളിംഗ് പ്രകടനമാണ് കണ്ടത്. 2 ഇന്നിംഗ്സുകളിൽ നിന്നായി താരം 7 വിക്കറ്റാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയത്. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ 2 ഇന്നിംഗ്സുകളായി 5 വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് യാദവ് 3 വിക്കറ്റാണ് താരം നേടിയത്. എന്തായാലും ഇന്ത്യൻ സ്പിന്നർമാരുടെ ഒരു മികച്ച പ്രകടനം ഇന്ത്യക്ക് വിജയം സമ്മാനിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ കണ്ടത്. അരങ്ങേറ്റക്കാരനായ മാനവ് സുധാർ തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ താരമായി മാറിയത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. 2020 ലോകകപ്പിന് മുന്നോടിയായി നടന്ന സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾ വിജയിച്ചിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന മത്സരത്തിൽ 26 റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 180 റൺസിന്റെ വിജയലക്ഷ്യമായിരുന്നു വിൻഡീസിന് മുന്നിൽ വെച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റ് ഇൻഡീസിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ ബാറ്റിംഗിലാണെങ്കിൽ ഫാർദി ഫുൽമാനി പുറത്താകാതെ 56 റൺസുമായി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു. കൂടാതെ സ്മൃതി മന്ദാന 39 റൺസും യാസ്തിക ഫാട്ടിക 36 റൺസും ശബാലി വർമ്മ 29 റൺസുമാണ് ഇന്ത്യക്ക് വേണ്ടി നേടിയത്. ബൗളിംഗ് നോക്കുകയാണെങ്കിൽ ശ്രേയ പാട്ടീൽ 4 വിക്കറ്റുമായി തിളങ്ങിയപ്പോൾ രാധ യാദവ് 3 വിക്കറ്റുമായി ഇന്ത്യക്ക് വേണ്ടി തിളങ്ങി. അടുത്ത അപ്ഡേറ്റ് ടെലിവിഷനിലൂടെ ക്രിക്കറ്റ് മത്സരങ്ങൾ ലൈവായി കാണുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. നമുക്കറിയാം, ജൂലൈ മാസമാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന 2020 പരമ്പരകൾക്കൊക്കെ തുടക്കമാകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിൽ ഇന്ത്യയുടെ കൗമാരതാരമായ വൈഭവ് സൂര്യവംശി ഉള്ളതുകൊണ്ട് ഈ ഒരു പരമ്പര കാണാനുള്ള വലിയ ആവേശത്തിൽ തന്നെയാണ് ഇന്ത്യൻ ആരാധകർ എത്തിയിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ഈ ഒരു മത്സരത്തിൻ്റെ സമയത്തിന് ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. അതും ഇന്ത്യൻ ആരാധകരെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് മത്സരം 1 മണിക്കൂർ നേരത്തെ തന്നെ നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് എത്തിയിരിക്കുന്നത്. സാധാരണയായി ഇംഗ്ലണ്ടിൻ്റെ പ്രാദേശിക സമയം വൈകുന്നേരം 6:30 മത്സരം ആരംഭിക്കേണ്ടത്. എന്നാൽ ഈ തവണ ഇന്ത്യയുമായിട്ടുള്ള 2020 പരമ്പരയിലെ മത്സരം വൈകുന്നേരം 5:30 ഇംഗ്ലണ്ടിൻ്റെ പ്രാദേശിക സമയത്തിൽ ആരംഭിക്കുന്നത്. അതേസമയം ഇന്ത്യ സമയം നോക്കുകയാണെങ്കിൽ വൈകുന്നേരം 6:30 തുടങ്ങുന്ന മത്സരം 11 മണിക്കാണ് നമുക്ക് രാത്രി 11 കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ തവണ സമയത്തിന് മാറ്റം വന്നിരിക്കുന്നു. 5:30 അവിടെ ആരംഭിക്കുന്നതുകൊണ്ട് ഇന്ത്യൻ ആരാധകർക്ക് ഇന്ത്യ സമയം രാത്രി 10 മണിക്ക് 2020 മത്സരം കാണാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സമയമാറ്റം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. 10 മണിക്ക് തന്നെ മത്സരം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ചാനലുകളുമായിട്ട് നടത്തിയ ചർച്ചകൾക്ക് ശേഷമായിട്ടാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് 2020 മത്സരം, അതായത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 2020 മത്സരത്തിൽ ഇത്തരമൊരു സമയക്രമീകരണം മാറ്റം നടത്തിയിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ സീനിയർ താരമായ പേസർ മുഹമ്മദ് ഷമിയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഇന്ത്യയുടെ സീനിയർ ടീമിൽ 2020 ഏകദിന ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നെല്ലാം താരത്തെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് താരം ഇന്ത്യൻ സെലക്ടർമാർക്ക് ഒരു സൂചന നൽകിയിരിക്കുകയാണ്. ബംഗാളിലെ 2020 ലീഗിൽ തകർപ്പൻ പ്രകടനമാണ് താരം നടത്തിയിരിക്കുന്നത്. ഹാട്രിക് ഉൾപ്പെടെ ഒരു മത്സരത്തിൽ 4 വിക്കറ്റ് താരം സ്വന്തമാക്കി. 27 റൺസ് വിട്ടുകൊടുത്തുകൊണ്ടാണ് താരം
ഹാട്രിക് ഉൾപ്പെടെ 4 വിക്കറ്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ അഫ്ഗാനിസ്ഥാനെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിലും മുഹമ്മദ് ഷാമിയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. എന്തായാലും ഈ ഒരു മികച്ച പ്രകടനത്തിലൂടെ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള ശ്രമമാണ് മുഹമ്മദ് ഷമി നടത്തുന്നത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ യുവതാരമായ അർജുൻ തെണ്ടുൽക്കറിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. മുംബൈയിൽ നടന്ന 2020 ലീഗിൽ മികച്ച ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് അർജുൻ തെണ്ടുൽക്കർ. നമുക്കറിയാം, കഴിഞ്ഞ IPL സീസണിൽ അദ്ദേഹത്തിന് കളിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. ഇന്ത്യൻ ഇതിഹാസ താരമായ സച്ചിൻ തെണ്ടുൽക്കറുടെ മകനാണ് അർജുൻ തെണ്ടുൽക്കർ. എന്നാൽ മുംബൈയിൽ നടന്ന 2020 ലീഗിൽ പുറത്താകാതെ ബാറ്റിംഗിൽ 66 റൺസും ഒപ്പം തന്നെ ബൗളിംഗും നോക്കിയാണ് 3 ഓവർ പന്തെറിഞ്ഞ് 11 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റും താരം സ്വന്തമാക്കിയിരിക്കുകയാണ്. ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.